നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. അതിനകത്ത് ഏറ്റവും നിർണായകം എന്ന് പറയട്ടെ, JDUവിലെ പിളർപ്പ് അത് നന്നായി മുതലാക്കാൻ RJDക്ക് കഴിഞ്ഞാൽ തീർച്ചയായും 2025 മഹാഗഡ്ബന്ധന അധികാരത്തിലേക്ക് വരാം. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട അധികാരം പിടിച്ചെടുക്കാൻ തേജസ്വി യാദവിന് കഴിയും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അട്ടിമറിക്ക് പേരുകേട്ട BJP ഏത് കുതന്ത്രവും പ്രയോഗിച്ച് അവിടെ അധികാരം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തും എന്നുള്ളത് ഇപ്പോഴും ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തോതിലുള്ള ട്വിസ്റ്റ് തന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ BJP നേതാവായ താരാകിഷോർ സിംഗ് പ്രസാദ് അതിശക്തമായി പറഞ്ഞിരിക്കുന്നത് ഇനി BJPയുടെ നേതാവായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതാണ്. ഇതാണ് വാസ്തവത്തിൽ JDUവിൽ ഭിന്നിപ്പ് ഉളവാക്കാൻ കാരണമാകുന്നത്. വാസ്തവത്തിൽ നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടൊഴിയുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. ആരാണോ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പിന്തുണയ്ക്കുന്നത്, അവരാരായിരുന്നാലും അതിനുവേണ്ടിയുള്ള അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് നിതീഷ് കുമാർ കൊടുക്കുന്നത്. മറ്റേത് വകുപ്പും നിതീഷ് കുമാറിന് വിട്ടുകൊടുക്കാൻ യാതൊരു മടിയുമില്ല. എന്നാൽ മുഖ്യമന്ത്രി പദത്തിൽ തൊട്ടുകളി വേണ്ട. നിതീഷ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അദ്ദേഹത്തിന് ആരോഗ്യമുള്ളിടത്തോളം കാലം അദ്ദേഹം ഏത് മുന്നണിയിലേക്ക് വേണമെങ്കിലും അനായാസം ചാടിയിട്ടുണ്ട്, അത് തെളിയിച്ചിട്ടുമുണ്ട്. ഇവിടെയും അതുതന്നെയാണ് വിഷയം. BJP നേതാക്കൾ പറയുന്നത് നിതീഷ് ഇനി ക്യാബിനറ്റിലേക്ക് പോകട്ടെ, കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ഭാഗമാകട്ടെ, ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം ഇനി BJPക്കുള്ളതാണ് എന്ന രീതിയിലേക്കാണ്. അതായത് മഹാരാഷ്ട്രയിൽ ഇക്വേഷൻ അതേ രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കാനാണ് പാട്നയിൽ BJPയുടെ നേതൃയോഗം ചേരുന്നത് പോലും. 75 MLA നിലവിൽ BJPക്കുണ്ട്. 43 MLA ഐക്യ ജനതാദളിന് മുഖ്യമന്ത്രി പദവി നൽകേണ്ട കാര്യമില്ല എന്നാണ് BJPക്കാർ പറയുന്നത്. ഇവിടെയാണ് ഐക്യ ജനതാദളിന് കൃത്യമായി പിളർപ്പുണ്ടാകാൻ പോകുന്നത്. ഐക്യ ജനതാദൾ ഇനി അധിക നാൾ നിലനിൽക്കാൻ കഴിയില്ല. ഇപ്പം തന്നെ 12 MPമാരുള്ള ആ പാർട്ടിയിലെ 4 MPമാർ അതിശക്തമായി BJPയിലേക്ക് പോകാൻ നിൽക്കുന്നവരാണ്. അത് വലിയ തോതിൽ നിതീഷിന് ഒരു പ്രഷർ ഉണ്ടാക്കുന്ന സ്ഥിതിഗതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇവർ 4 പേരും ഒറ്റയടിക്ക് പോകാൻ കഴിയില്ല, കാരണം അത് കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിലേക്ക് വരും. എന്നാൽ 6 അതിൽ കൂടുതലോ MPമാർ ഒറ്റക്കെട്ടായി ഇത്തരമൊരു തീരുമാനമെടുത്താൽ പിന്നെ അവിടെ കൂറുമാറ്റ നിരോധന നിയമം വരില്ല. കാരണം പകുതിയിൽ കൂടുതൽ MPമാർ പോയാൽ ആ പോയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ രാജിവെക്കേണ്ട കാര്യമില്ല. അത് BJPക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഇപ്പോഴും BJP നിർണായകമായ ചുവടുവെപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിതീഷ് മനസ്സിലാക്കി തന്നെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് RJDയുമായി ഒരു രഹസ്യ ബാന്ധവത്തിന് വീണ്ടും കോപ്പ് കൂട്ടുന്നത്. നിതീഷ് അതിനുവേണ്ടി ദൂതനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ലാലു പ്രസാദും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ അനുയായികളും തമ്മിൽ ചില ചർച്ചകളിലേക്ക് വഴിത്തിരിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ട്. അത് തള്ളിക്കളയാൻ കഴിയുന്നില്ല. അത് BJP നേതാക്കളും പരസ്യമായി തുറന്ന് സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. വളരെ വൈകാതെ തന്നെ ആ ഇക്വേഷൻ BJP കൃത്യമായും എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നിടത്തിരിക്കും ബീഹാറിൻ്റെ ഭാവി രാഷ്ട്രീയം.